നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവര് രണ്ടുപേരും ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന പ്രസാദം തൊട്ടപ്പോഴാണ് ഗംഗേച്ചിക്ക് അനക്കം ഉണ്ടായത് തന്നെ. അതിന് ഭഗവാനോട് നന്ദി പറയാൻ ഇന്നും രാവിലെ മഹേട്ടനും മാളും ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചു. അവര് തിരിച്ചെത്തും മുമ്പേ ഗംഗേച്ചി ഉണർന്ന് മാളൂന്ന് വിളിച്ചു. ഇതൊക്കെ ഭഗവാന്റെ അനുഗ്രഹമല്ലാതെ മറ്റെന്താണ്? അതെ, അപ്പൊ ഗംഗ രക്ഷപ്പെടുന്ന ഉറപ്പാണല്ലേ? അതെ ശ്രേയച്ചി, ഇനി ഗംഗേച്ചിക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല. ശ്രേയച്ചിക്ക് സന്തോഷായില്ലേ? എനിക്ക് വളരെ സന്തോഷമായി. അപ്പൊ ഈ സന്തോഷ വാർത്ത വീട്ടിലെ എല്ലാരും അറിയിക്കണം. ആ ശരി, ഞാൻ അറിയിച്ചോളാം. ശരി ചേച്ചി, ഞാനെന്നാ പിന്നെ വിളിക്കാം. ആ ഓക്കെ. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടല്ലോ. എന്തൊരു ജന്മവള്, തല്ലി കൊന്നാലും ചാവില്ലേ? ഇനിയിപ്പോ എന്താ ചെയ്യാ? ആ നാശം പിടിച്ചവളുടെ ശല്യം എന്നേക്കുമായി അവസാനിച്ചു എന്ന് കരുതിയതാ. ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം നമ്മൾ ചെയ്തില്ലേ? ഏതൊക്കെ രീതിയിൽ ഇല്ലാതാക്കാൻ നോക്കി. അതെ, ഇത്തവണ നമ്മൾ വിജയിക്കുമെന്ന് ഉറപ്പിച്ചതായിരുന്നു. ഇനിയിപ്പോ എന്തു ചെയ്യും? എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല, ആ ഗംഗയെ കൊല്ലണം. അതിനല്ലേ മോളെ നമ്മൾ ശ്രമിച്ചത്. നടക്കാത്ത ആരുടെയും കുറ്റം കൊണ്ടല്ലോ. അല്ല, പക്ഷെ ഇവളിങ്ങനെ ഓരോ തവണയും രക്ഷപ്പെടുന്നതിന് പിന്നില് എന്തോ ഒരു രഹസ്യമുണ്ട്. എന്ത് രഹസ്യം? വേറെ ഒരു രഹസ്യമല്ല. അവളുടെ ഒടുക്കത്തെ ശിവഭക്തിയായിരിക്കും അവളെ ഓരോ അപകടത്തിൽ നിന്നും രക്ഷിക്കുന്നത്. അത് ശരിയാ, ഏത് സമയവും ഈശ്വര മഹേശ്വര എന്ന് വിളിച്ചോണ്ടല്ലേ നടക്കുന്നത്. അപ്പൊ അതാണല്ലേ കാര്യം. ഗംഗയെ നശിപ്പിക്കണമെങ്കിൽ അവളുടെ ശ്രീ മഹേശ്വരൻ തന്നെ വിചാരിക്കണം. നീ എന്താ ശ്രേയ പറയുന്നത്? ഭഗവാൻ ആരെയെങ്കിലും നശിപ്പിക്കാൻ സഹായിക്കുവോ? അതും ഭക്തിയായ ഗംഗയെ? ഞാനെന്താ ശ്രീ മഹേശ്വരന്റെ ഭക്തിയായ നടക്കില്ലേ? അവള് പൂജിക്കുന്ന പോലെ ഞാനും ശ്രീ മഹേശ്വരനെ പൂജിക്കും. അപ്പോ എന്റെ ആഗ്രഹവും ഭഗവാൻ സാധിച്ചു തരും. അത് ശരിയാ, എല്ലാ ഭക്തരെയും ഭഗവാൻ ഒരുപോലെയല്ലേ കാണുന്നേ. അല്ലാതെ ഗംഗയ്ക്ക് പ്രത്യേക പരിഗണനയൊന്നും കൊടുക്കില്ലല്ലോ. അതെ, ആ ഗംഗയെ നശിപ്പിക്കാൻ ഞാൻ ആരെയും കൂട്ടുപിടിക്കും. അത് ഈശ്വരനോ രാക്ഷസനോ ആരായാലും എനിക്ക് കുഴപ്പമില്ല. വെറുതെ മണ്ടത്തരം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്തവണ ഗംഗ രക്ഷപ്പെട്ടു, ഇനി എന്താ മാർഗമെന്ന് വേണം ചിന്തിക്കാൻ. ശ്രേയും ആന്റിയും പറയുന്നത് വെറുതെ തള്ളിക്കളയണ്ടമ്മേ, അതില് കാര്യമുണ്ട്. ആ ഫ്രീസർ റൂമിൽ നിന്നും ഇപ്പൊ ദാ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതും നിസ്സാര കാര്യമല്ല. അതെ, ഏത് വിധേനയും എനിക്ക് അവളെ കൊല്ലണം. എന്റെ ജീവിതത്തിനും സ്വപ്നങ്ങൾക്കും നടുവില് അവള് വരാൻ പാടില്ലായിരുന്നു. എനിക്കും മഹേട്ടനും നടുവിൽ വരുന്ന ഒന്നിനെ ഞാൻ വാഴിക്കില്ല. അതിനുവേണ്ടി എന്ത് ചെയ്യാനും ഞാൻ മടിക്കില്ല. മോളൊരു കാര്യം ചെയ്യാം, ആ ഗംഗ ചെയ്യും പോലെ ശ്രീ മഹേശ്വരനെ പൂജിക്ക്. നിനക്കും ശ്രീ മഹേശ്വരന് അനുഗ്രഹങ്ങൾ തന്നാലോ? എനിക്ക് വേറെ ഒരു അനുഗ്രഹവും വേണ്ട. ആ ഗംഗ അവൾ ഇല്ലാതാവണം. എനിക്ക് മഹേട്ടിന് നടുവില് അവൾ ഉണ്ടാവരുത്. അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഇപ്പോ എങ്ങനെയുണ്ട് ഗംഗ? കുഴപ്പമില്ല ആന്റി, നന്നായി റെസ്റ്റ് എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. തലയിടിച്ച് വീണതല്ലേ, അതിന്റെ വേദനയും പ്രശ്നങ്ങളും ഒക്കെ എന്തായാലും ഉണ്ടാവും. ഇത്രയും വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടില്ലേ, ഇനി അതൊക്കെ മാറാനാണോ പാട്? അല്ലേ ഗംഗ? അതെ അതെ, 2 ദിവസം കഴിയുമ്പോഴേ ഗംഗ ചുമ്മാ പയറുമണി പോലെ ഇതിൽ ഓടി നടക്കും. അങ്ങനെ ശരീരം ഇളകുന്ന ഓട്ടവും ചാട്ടവും ജോലിയൊന്നും വേണ്ട.
ഗംഗ നന്നായിട്ട് റെസ്റ്റ് എടുക്കണം. അതെ, മഹി പറഞ്ഞത് ശരിയാ. സീമയോട് ഇനി വൈകുന്നേരം കൂടി ഇവിടെ നിൽക്കാൻ പറയണം. അടുക്കളയിൽ ഗംഗ സഹായത്തിനുള്ളപ്പോ സീമ ഉഴപ്പാ. ഇനിയിപ്പോ അത് പറ്റില്ലല്ലോ. എന്നാലും ഇതെങ്ങനെയാ ഗംഗയ്ക്ക് ഈ ആക്സിഡന്റ് പറ്റിയെന്നാ ഞാൻ ആലോചിക്കുന്നത്. അതിന്റെ കാര്യത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ആ, ആരോ മനഃപൂർവ്വം ഗംഗയെ കൊല്ലാൻ ശ്രമിച്ചാണ്. അവരാരായാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. ഗംഗ എന്തിനാ അങ്ങനെ ആരെങ്കിലും കൊല്ലാൻ ശ്രമിക്കുന്നത്? അതെന്തിനാണെന്ന് ശ്രമിച്ചവർക്കറിയാലോ. ഗംഗയും രാജിയും സഞ്ചരിച്ചെന്ന കാറിനെ കുറെ സമയം ആരോ പിന്തുടർന്നിരുന്നു. അതായത് അവരിവിടുന്ന് ക്ഷേത്രത്തിലേക്ക് പോകുമ്പോ തൊട്ടേ അവരെ പിന്തുടരുന്നുണ്ടായിരുന്നു. അതെങ്ങനെ മനസ്സിലായി? ഇവര് സഞ്ചരിച്ചിരുന്ന റൂട്ടിലെ CCTV ക്യാമറകൾ പോലീസ് പരിശോധിച്ചിരുന്നു. ആ വഴിക്ക് അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. കാറിലുണ്ടായിരുന്നവർ കൊട്ടേഷൻ സംഘമാകാനാണ് സാധ്യതയെന്നാ പോലീസ് പറഞ്ഞത്. അവരെ പിടികിട്ടിയാൽ ശരിക്കും ആരാണ് ഇതിന് പിന്നിലെന്ന് അറിയാൻ കഴിയും. ആ, അത് ശരിയാ. എന്നാലും ഗംഗയെ ഇല്ലാതാക്കാൻ ആരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യൂ? ആർക്കൊക്കെയാണ് ഗംഗയോട് അത്രയ്ക്കും വൈരാഗ്യം അറിയില്ല. പിന്നെ കാറിൽ രാജി ഉണ്ടായിരുന്നു. അവരുടെ ലക്ഷ്യം രാജിയായിരുന്നൊന്നും അറിയില്ലല്ലോ. എന്നോട് ആർക്കും അത്രയും വൈരാഗ്യമൊന്നും ഉണ്ടാവില്ല. എന്തായാലും സത്യം ഉടനെ തെളിയുമല്ലോ. അപ്പൊ അറിയാം. അച്ഛാ, നമുക്ക് ഗംഗയെ മുറിയിൽ കൊണ്ടുപോയി കിടത്താം. ഇവിടെ ഇങ്ങനെ ഇരുന്നാലേ ഗംഗയ്ക്ക് ക്ഷീണം കൂടും. ശരി മോളെ, വാ ഗംഗ. എണീക്കേച്ചി. മഹേട്ടൻ പറഞ്ഞത് കേട്ടോ, പോലീസ് അവരുടെ പിന്നാലെ ഉണ്ടെന്ന്. രാഹുൽ, ഉടനെ വേണ്ടത് ചെയ്യണം. അവരെ ഒരു കാരണവശാലും പോലീസ് കണ്ടെത്താൻ പാടില്ല. ഞാൻ അവരോട് സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി വിളിച്ച് വാണിംഗ് കൊടുത്തേക്ക്. അത് ഉടനെ ചെയ്യണം. ശരിയമ്മ. ശ്ശോ, എന്റെ ദൈവമേ, ഓർത്തിട്ട് എനിക്ക് പേടിയാവുന്നു. ഇവളെയൊക്കെ കൊല്ലാൻ നോക്കിയിട്ടും ഒരുത്തി പോലും ചത്തതുമില്ല. ഇപ്പതേ നമ്മുടെയൊക്കെ പിറകെ പോലീസ് ഉണ്ടെന്ന് പറയുന്നു. നാത്തും പേടിക്കാതിരിക്കേ, ഒന്നും സംഭവിക്കില്ല. ഞാനല്ലേ പറയുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.